ഓക്കെ, അതുപോലെ നമ്മൾ നാൻഡ് യൂസ് ചെയ്തിട്ട് ബേസിക് ഗേറ്റ്സ് കൺസ്ട്രക്ട് ചെയ്തു. നമ്മളല്ലാതെ പഠിച്ച 2 ഗേറ്റ്സുകളും കൂടെ ഉണ്ട്, ഓർമ്മയുണ്ടോ? എക്സോർ, എക്സ്നോർ, ഓർമ്മയുണ്ടോ? 2 ഗേറ്റ്സ്, എക്സോർ ഗേറ്റ്, എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ്, എക്സ്നോർ ഗേറ്റ്. ഇത് നമ്മൾ 2 പഠിച്ചതാണ്. എക്സോർ ഗേറ്റ് നമ്മൾ പഠിച്ചത്, ഇപ്പോൾ എക്സോർ ആണെങ്കിലും എക്സ്നോർ ആണെങ്കിലും 2 ഇൻപുട്ട് ഗേറ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എക്സോറിൽ എയും ബിയും എക്സോറിൻ്റെ ഇൻപുട്ട് ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? എ കോംപ്ലിമെൻറ്റ് പ്ലസ് എ ബി കോംപ്ലിമെൻറ്റ്. ഇതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഓർക്കുന്നുണ്ടോ? എ എക്സോർ ബി. എ എക്സോർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോംപ്ലിമെൻറ്റ് ബി പ്ലസ് എ ബി കോംപ്ലിമെൻറ്റ്. എയും ബിയും ഇൻപുട്ട്സ് ആണെങ്കിൽ, എക്സ് നോർ ആണെങ്കിൽ നമ്മൾ പഠിച്ചത് എയും ബിയും ഇൻപുട്ട്സ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എ ഇൻറ്റു എ എക്സോർ ബി, എക്സ്നോർ ബി എന്നാണ്. നമ്മൾ പഠിച്ചത് എ ബി പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് എന്ന്. ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ എക്സോറിനും എക്സ്നോറിനും രണ്ടും നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? 2 ഇൻപുട്ട് ഗേറ്റ് വെച്ചിട്ട് തന്നെയാണ് പറഞ്ഞത്. എക്സോർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഗേറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? 2 ഇൻപുട്ട് ആണെങ്കിൽ ഇതാണ് നമ്മുടെ എക്സോർ എന്ന് പറയുന്നത്, എ എക്സോർ ബി അല്ലേ. ഇനി എക്സ്നോർ ആണ് നമ്മൾ പഠിച്ചതെങ്കിൽ എക്സ്നോർ ഗേറ്റ് എന്ന് പറയുന്നത് എയും ബിയും ആണെങ്കിൽ എ എക്സ്നോർ ബി. ഇങ്ങനെയാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ പഠിച്ചത് അല്ലേ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ കറസ്പോണ്ടിങ് എ എക്സോർ ബിയും എ എക്സ്നോർ ബിയും. ഈ 2 ഗേറ്റ്സിനെ നമുക്ക് നാൻഡും നോറും വെച്ച് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. എക്സോറിനെയും എക്സ്നോറിനെയും നാൻഡ് വെച്ചും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, നോറ് വെച്ച് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ചുകൂടി നമ്മൾ മറ്റേത്, അതായത് ബേസിക് ഗേറ്റ്സ് പഠിച്ചതിൽ നിന്ന് കുറച്ചുകൂടി ഒന്ന് ചിന്തിച്ച് ടഫ് ആണ്, ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് എക്സോറും എക്സ്നോറും. പക്ഷെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് തന്നെയാണ്. നമ്മൾ നോക്കിയാലോ അതെങ്ങനെയാണെന്നുള്ളത്. അതായത് നമ്മൾ ആൻഡിന് ചെയ്തതും ഓറിന് ചെയ്തതും കൂടെയൊക്കെ കമ്പൈൻ ചെയ്താണ് നമ്മൾ എക്സോറും എക്സ്നോറും ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നാൻഡ് യൂസ് ചെയ്തിട്ടുള്ളത്, നാൻഡ് യൂസ് ചെയ്തുകൊണ്ട് എക്സോറും എക്സ്നോറും, നാൻഡ് യൂസ് ചെയ്തുകൊണ്ട് എക്സോറും എക്സ്നോറും. ഓക്കെ, നാൻഡ് യൂസ് ചെയ്തുകൊണ്ട് എക്സോറും എക്സ്നോറും. എക്സോർ എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെൻറ്റ് ബി പ്ലസ് എ ബി കോംപ്ലിമെൻറ്റ് എന്നാണ്. എക്സ്നോർ ആണെങ്കിൽ എ ബി പ്ലസ് എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ്. അതാണ് മറന്നുപോയത്. അപ്പോൾ ആ ഒരു ഔട്ട്പുട്ടിലേക്ക് നമ്മൾ എത്തണം, അതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, ആ എയിമിലേക്ക് എത്താൻ നമുക്ക് ഏതൊക്കെ വഴി സഞ്ചരിച്ചാൽ ആ ഒരു എയിമിലേക്ക് എത്താം എന്നുള്ളതാണ് നമ്മുടെ ഗേറ്റ്സിൽ നിന്നുള്ള സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ടുന്ന കാര്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞു തരുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കണം യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കണം എന്നില്ല. നമുക്കിഷ്ടമുള്ള ഏത് ക്വസ്റ്റ്യൻസ് അവർക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം. പക്ഷെ നമുക്കതിൻ്റെ ലോജിക് പിടികിട്ടി നമ്മുടെ ആ എയിമിലേക്ക് നമുക്ക് എത്താൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ബേസിക് കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. എന്താണ്? നാൻഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാൻഡ് എങ്ങനെ നോട്ടായിട്ട്, നാൻഡ് എങ്ങനെ ഓറായിട്ട്, നാൻഡ് എങ്ങനെ ആൻഡായിട്ട്, ഇതിൻ്റെ ഫിഗർ നമുക്ക് അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തരുന്ന ഏതൊരു ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നാൻഡ് യൂസ് ചെയ്തിട്ട് എക്സ് ഓർ. ആദ്യത്തേത് എക്സോർ, നാൻഡ് യൂസിങ് എക്സോർ. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ചെയ്ത കണക്ക് എക്ക് ഒരു എ കോംപ്ലിമെൻറ്റ്, അതായത് നമുക്ക് എ കോംപ്ലിമെൻറ്റ് ബി പ്ലസ് എ ബി കോംപ്ലിമെൻറ്റ് എന്നാണ് വരുന്നത്. അതായത് ഒരു ടേമിനകത്ത് ഒരു കോംപ്ലിമെൻറ്റ് ടേം അഡീഷണൽ വരണം. ആ കോംപ്ലിമെൻറ്റ് ടേം അഡീഷണൽ വരണമെങ്കിൽ അവിടെ ഒരു നോട്ട് ഗേറ്റ് കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മളിത് എങ്ങനെ കണക്ട് ചെയ്യുന്നു? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആണെങ്കിൽ എ കോംപ്ലിമെൻറ്റ്. ഓക്കെ, എന്നിട്ട് നേരെ ബി കൊടുത്തു. കാരണം ഒരു ടേമിൽ ഒരു കോംപ്ലിമെൻറ്റേ നമുക്ക് വേണ്ടുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ബി കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ കോംപ്ലിമെൻറ്റ് ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്നാണ് അല്ലേ. അതേപോലെ നമുക്ക് അടുത്ത ടേം എന്ന് പറയുന്നത് എന്താണ്? എ ബി കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ എ ഞാൻ അതേപോലെ എഴുതി, ബിക്ക് ഞാനൊരു നോട്ട് കണക്ട് ചെയ്തു. ഈ എ എന്ന് പറയുന്നത് ഇതാണ്.
ഈ ബി എന്ന് പറയുന്നത് ഒരു കണക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇത് ബി കോംപ്ലിമെൻ്റ് ആണ്. ദെൻ നമുക്ക് നാൻഡിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എ ആണ്, ബി കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ എ ബി കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടേം 2 ടേമും കിട്ടി. ഇനി അതിനിടയ്ക്കുള്ള ഒരു പ്ലസ് ആണ് നമുക്ക് വേണ്ടുന്നത്. സോ പ്ലസ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വീണ്ടും ഒരു നാൻഡ് ഗേറ്റിൽ കണക്ട് ചെയ്തു. നാൻഡ് അപ്പോൾ ഇവിടെ കിട്ടുന്നത് എ കോംപ്ലിമെൻറ്റ് ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഇൻറ്റു എ ബി കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്നാണ് അല്ലേ, അതിൻ്റെ മൊത്തത്തിലുള്ള കോംപ്ലിമെൻറ്റ്. അതെങ്ങനെ കിട്ടും? ഡി മോർഗൻസ് തിയറം അപ്ലൈ ചെയ്താൽ എ കോംപ്ലിമെൻറ്റ് ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് അല്ലേ, ദ ഹോൾ കോംപ്ലിമെൻറ്റ് പ്ലസ് എ ബി ബാർ കോംപ്ലിമെൻറ്റ് the whole complement, that is equal to a bar b plus a b bar. a b bar ഇതാണ് നമ്മുടെ ആൻസർ. XOR എ ബാർ ബി പ്ലസ് എ ബി ബാർ, അതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ആദ്യം നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എ ബി ബാറും എ ബാർ ബിയുമാണ്. അതായത് ഒരു ടേമിനകത്ത് ഒരെണ്ണം മാത്രമേ എന്ത് വരുന്നുണ്ട്, കോംപ്ലിമെൻറ്റ് വരുന്നുണ്ട്, മറ്റത് പ്യുവർ ഫോമിലാണ്. അപ്പോൾ ആ രീതിയിൽ ഒന്ന് കോംപ്ലിമെൻറ്റും ഒന്നല്ലാണ്ടും വരണമെങ്കിൽ അതിനെ നോട്ട് ഗേറ്റായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ആദ്യത്തത് ഒരു നോട്ട് ഗേറ്റ്, മറ്റത് നേരിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ബി എന്ന് കിട്ടി. ആ സെയിം ടെക്നിക്ക് തന്നെ എവിടെയും യൂസ് ചെയ്യുക, എ ബി കോംപ്ലിമെൻറ്റിന് ചെയ്യുക. ഇനി നമ്മുടെ എയിം എന്ന് പറയുന്നത് ഇതിന് ഒരു പ്ലസ് കിട്ടി ഇപ്പുറത്തത് വരണം എന്നുള്ളതാണ്. അപ്പോൾ ആ പ്ലസ് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡി മോർഗൻസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഡി മോർഗൻസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു കോംപ്ലിമെൻറ്റ് ഫംഗ്ഷനും കൂടി വരണം. സോ ഒരു കോംപ്ലിമെൻറ്റ് ഫംഗ്ഷൻ വന്നു. ഇതിനകത്ത് നമ്മൾ കോംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ പ്ലസ് ബി എന്നാണ് വരുന്നത്, എ പ്ലസ് ബി ബാർ എന്ന് വരും. അത് നമുക്ക് ആവശ്യമില്ല. എ പ്ലസ് ബി ബാർ എന്ന് പറയുന്നത് നമുക്ക് വരേണ്ട. അതുപോലെ എ ബാർ പ്ലസ് ബി എന്ന് പറയുന്നത് നമുക്ക് വരേണ്ട. പകരം നമുക്ക് വരേണ്ടുന്നത് എ ബാർ ബി പ്ലസ് എ ബി ബാർ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് പോകാൻ മൊത്തത്തിലൊരു ഹോൾ കോംപ്ലിമെൻറ്റ് കൊടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു നാൻഡും കൂടെ കണക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അത് സോൾവ് ചെയ്ത് കിട്ടുന്നത് എ ബാർ ബി പ്ലസ് എ ബി ബാർ. ഓക്കെ, ഇതാണ് XOR. നമ്മൾ പഠിച്ച ബേസിക് ഗേറ്റ്സ്, അതായത് ആൻഡ് എങ്ങനെ വരുന്നു, ഓർ എങ്ങനെ വരുന്നു, നോട്ട് എങ്ങനെ വരുന്നു, അത് നമ്മൾ ബേസിക് പഠിച്ചു. ആ ബേസിക് വച്ചിട്ടുള്ളതാണ് ഈ ചെയ്തേക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നാൻഡ് യൂസ് ചെയ്ത് XNOR. നാൻഡ് യൂസ് ചെയ്ത് XNOR. XNOR എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടുന്നത് എ ബി പ്ലസ് എ ബാർ ബി ബാർ ആണ് നമുക്ക് കിട്ടേണ്ടുന്നത് അല്ലേ. ഇപ്പോൾ ഈ 2 ടേമും എ ബി വരണമെങ്കിൽ നമുക്ക് നേരിട്ട് കണക്ട് ചെയ്യാം, എ ബി അല്ലേ, എ ബി. അപ്പോൾ എന്ത് കിട്ടും, എ ബി ദി ഹോൾ കോംപ്ലിമെൻറ്റ് കിട്ടും എന്നല്ലോ. അടുത്തത് നമുക്ക് എ ബാർ ബി ബാർ ആണ് കിട്ടേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു നോട്ട് ഗേറ്റ് വെച്ച് കണക്ട് ചെയ്യുന്നത് വരയ്ക്കുന്നു. രണ്ടും എ ബാർ ബി ബാർ ആണ് കിട്ടേണ്ടുന്നത്. എ കണക്ട് ചെയ്തു, ബി കണക്ട് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ എ ബാറും ഇവിടെ ബി ബാറും കിട്ടും. വീണ്ടും ഒരു നാൻഡ് ഗേറ്റിൽ കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എ ബാർ ബി ബാർ ദി ഹോൾ ബാർ അല്ലേ. ഇനി എന്താ നമുക്ക് കിട്ടേണ്ടത്, അതിനിടയ്ക്കുള്ള ഒരു പ്ലസ് സൈൻ കിട്ടണം. പ്ലസ് സൈൻ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും, ഒരു നാൻഡും കൂടി കണക്ട് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും, എ ബി ദ ഹോൾ ബാർ ഇൻറ്റു എ ബാർ ബി ബാർ ദ ഹോൾ ബാർ അല്ലേ, ദി ഹോൾ ബാർ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, എ ബി ദ ഹോൾ ബാർ ഇൻറ്റു പ്ലസ് എ ബാർ ബി ബാർ ഹോൾ ബാർ ദ ഹോൾ ബാർ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടേണ്ടുന്ന എ ബി പ്ലസ് എ ബാർ ബി ബാർ. ഇതാണ് XNOR യൂസിങ് നാൻഡ്. ഓക്കെ, അപ്പോൾ XORും XNOR നമുക്ക് കിട്ടേണ്ടുന്ന ടേം അനുസരിച്ചാണ് നമ്മൾ നോട്ടായിട്ട് കണക്ട് ചെയ്യണോ, ആൻഡായിട്ട് കണക്ട് ചെയ്യണോ, ഓറായിട്ട് കണക്ട് ചെയ്യണോ എന്ന് നോക്കുന്നത്.
അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒന്ന് കോംപ്ലിമെൻറ്റ് ഗ്രൂപ്പിലാണെങ്കിൽ അതിൽ ഒരെണ്ണം നോട്ട് ഗേറ്റ് കണക്ട് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. രണ്ടും കോംപ്ലിമെൻ്റ് ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ രണ്ടും നോട്ട് ഗേറ്റ് കണക്ട് ചെയ്യും. ഇനി രണ്ടും പ്യുവർ ഫോമിലാണെങ്കിൽ ഒന്നും നമ്മൾ നോട്ട് ഗേറ്റ് കണക്ട് ചെയ്യുന്നില്ല, നേരെ നാൻഡ് ഗേറ്റിൽ കണക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കറസ്പോണ്ടിങ് എക്സ്പ്രഷൻ കിട്ടുന്നത്. ഓക്കെ, ഇതുപോലെ നമുക്ക് നോർ യൂസ് ചെയ്ത് എക്സോർ എക്സ്നോർ ചെയ്യാൻ പറ്റും. നോർ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ നോർ യൂസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ടെക്നിക്സ് ഒക്കെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് എ കോംപ്ലിമെൻറ്റ് ബി വേണമെങ്കിൽ ആദ്യം നോട്ടിൽ കണക്ട് ചെയ്തു, എ കോംപ്ലിമെൻറ്റ് കിട്ടി, ദെൻ ബിയും കൂടെ ചേർത്ത് നോറിൽ കണക്ട് ചെയ്തു, ദെൻ അങ്ങനെ തന്നെയാണ് കിട്ടുക. പക്ഷേ ലാസ്റ്റിൽ നമുക്ക് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ അഡീഷണൽ ആയിട്ട് ഒന്നും കൂടി വരും, കാരണം നമുക്ക് പ്ലസ് എന്ന് പറയുന്ന സിമ്പിൾ അവിടെ ഓൾറെഡി വരുന്നത് കൊണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം അതെങ്ങനെയാണെന്നുള്ളത്. എക്സ് ഓർ എന്ന് പറയുമ്പോൾ എ ബി ബാർ പ്ലസ് എ ബാർ ബി ആണ് വരേണ്ടുന്നത്. എ ബാർ എന്ന് പറയുമ്പോൾ ഒരു എന്ത് വരണം, കോംപ്ലിമെൻ്റ് നോട്ട് ഗേറ്റ് വരണം. സോ ഒരു നോർ ഗേറ്റിൽ കണക്ട് ചെയ്തു എ, അപ്പോൾ നമുക്ക് എ കോംപ്ലിമെൻ്റ് കിട്ടി. ഇനി നമ്മൾ ബി കണക്ട് ചെയ്തു, ബി അതൊരു നോർ ഗേറ്റ് കണക്ട് ചെയ്തു, അപ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും, എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. അത് നമ്മൾ ഡിമോർഗൻസ് തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എ ബി ബാർ കിട്ടി അല്ലേ. ഇത് നമ്മൾ ഓപ്പൺ ചെയ്തു, കാരണം നമുക്ക് പ്ലസ് സൈൻ വരുന്നതല്ല, ഇടയ്ക്ക് പ്ലസ് സൈൻ അല്ല, എനിക്ക് ഇൻഡു സൈൻ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ ഡിമോർഗൻസ് തിയറം അപ്ലൈ ചെയ്തത്. അതുപോലെ തന്നെ അടുത്തതും ചെയ്യാം. എ അതുപോലെ കണക്ട് ചെയ്തു, ദെൻ ബി എന്ന് പറയുന്നതൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് കണക്ട് ചെയ്തു, എന്നിട്ട് ഇത് രണ്ടും കൂടി ഞാൻ ഒരു നോറിൽ കൊടുത്തു. അപ്പോൾ ഇത് ബി കോംപ്ലിമെൻ്റ് ആണ്, ഇത് എ ആണ്. അപ്പോൾ എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് കിട്ടും. അത് ഡിമോർഗൻസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എ ബാർ ബി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എ ബി ബാറും എ ബാർ ബിയും കിട്ടി. എന്നിട്ട് നമ്മളതൊരു വീണ്ടും ഒരു നോർ ഗേറ്റിൽ കൊടുക്കും. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് എന്താണ്, എ ബി ബാർ പ്ലസ് എ ബാർ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഡിമോർഗൻസ് അപ്ലൈ ചെയ്ത് അവിടെ ഇൻഡു കിട്ടും. നമുക്ക് ഇൻഡു അല്ല, അവിടെ പ്ലസ്സാണ് വേണ്ടുന്നത്. അപ്പോൾ ഇത് മാറണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഒരു ഹോൾ കോംപ്ലിമെൻറ്റ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ആ മൊത്തം ടേം അങ്ങ് പോയി കിട്ടും അല്ലേ. അപ്പോൾ അത് നമ്മളൊരു നോർ ഗേറ്റും കൂടി കണക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് ഇതിൻ്റെ കോംപ്ലിമെൻറ്റ് ഏതാ, എ ബാർ ബി പ്ലസ് എ ബി ബാർ ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, എ ബാർ ബി പ്ലസ് എ ബി ബാർ. ഇതാണ് എക്സോർ യൂസിങ് നോർ. നേരത്തെ ചെയ്ത അതേപോലെയൊക്കെ തന്നെയാണ് വരിക. അഡീഷണൽ ഒരു ഗേറ്റും കൂടി വരും. അഡീഷണൽ ഒരു ഗേറ്റ് വരുന്നത് നമുക്ക് ആ പ്ലസ് സൈൻ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ഡിമോർഗൻസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ ഇൻഡു ആയി പോകും. ഇൻഡു ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അല്ലേ. അതുകൊണ്ടാണ് നമ്മളിവിടെ ഓക്കെ. ദ നെക്സ്റ്റ് നമ്മുടെ എക്സ്നോർ യൂസിങ് നോർ ഗേറ്റ്. എക്സ്നോർ എന്ന് പറയുമ്പോൾ എ ബാർ ബി ബാറും എ ബിയും ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ രണ്ടെണ്ണം ആ ഒരു നോട്ട് ഗേറ്റ് വഴി കണക്ട് ചെയ്യാം. ഇത് എ, ഇത് ബി. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ്, എന്നിട്ട് അതിനെ നമ്മൾ വീണ്ടും ഒരു നോർ ഗേറ്റ് കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എ ബാർ പ്ലസ് ബി ബാർ ദ ഹോൾ ബാർ. അതിനെ നമുക്ക് ഡിമോർഗൻസ് അപ്ലൈ ചെയ്യുമ്പോൾ എ ബി കിട്ടും. ഓക്കെ, അടുത്തത് നമുക്ക് നേരിട്ട് ഒരു നോർ ഗേറ്റിൽ കണക്ട് ചെയ്തു, എയും ബിയും നോർ ഗേറ്റ് കണക്ട് ചെയ്തു. നോർ ഗേറ്റ് കണക്ട് ചെയ്തപ്പോൾ ഇത് എ, ഇത് ബി,
അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എ പ്ലസ് ബി ദി ഹോൾ ബാർ. ഡി മോർഗൻസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എ ബാർ ബി ബാർ. ഓക്കെ, ഒരു നോർ ഗേറ്റ് കണക്ട് ചെയ്താൽ ആൻസർ എ ബി പ്ലസ് എ ബാർ ബി ബാർ ദ ഹോൾ ബാർ. അപ്പോൾ ഈ ഹോൾ ബാർ മാറിപ്പോണം. അതിന് വേണ്ടി എന്ത് ചെയ്യും, ഒരു നോർ ഗേറ്റും കൂടി കണക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ആൻസർ എ ബി പ്ലസ് എ ബാർ ബി ബാർ. ഓക്കെ, ദിസ് എക്സ് നോ. ഓക്കെ, അപ്പോൾ നാൻഡ് യൂസ് ചെയ്ത് ബേസിക് ഗേറ്റ്സും എക്സോറും എക്സ്നോറും കൺസ്ട്രക്ട് ചെയ്തു. നാൻഡ് യൂസ് ചെയ്തും ചെയ്തു, നോർ യൂസ് ചെയ്തും ചെയ്തു. ഓക്കെ, യൂണിവേഴ്സൽ ഗേറ്റ്സ് ആയിട്ടുള്ള നാൻഡും നോറും വെച്ചിട്ട് നമ്മൾ ഏതൊക്കെ ഗേറ്റ്സ് കൺസ്ട്രക്ട് ചെയ്തു? നോട്ട് കൺസ്ട്രക്ട് ചെയ്തു, ആൻഡ് കൺസ്ട്രക്ട് ചെയ്തു, ഓർ കൺസ്ട്രക്ട് ചെയ്തു, എക്സോർ കൺസ്ട്രക്ട് ചെയ്തു, എക്സ്നോർ കൺസ്ട്രക്ട് ചെയ്തു. ഓക്കെ, നാൻഡ് യൂസ് ചെയ്ത് 5 ഗേറ്റ്, നോർ യൂസ് ചെയ്ത് 5 ഗേറ്റ്, അങ്ങനെ മൊത്തത്തിൽ നമ്മൾ 10 ഗേറ്റ്സുകൾ അല്ലെങ്കിൽ 10 ഡയഗ്രാംസ് കൺസ്ട്രക്ട് ചെയ്തു. ഓക്കെ.